പ്രിയ DCL കൂട്ടുകാരെ, മനസ്സിലെ മറ്റുള്ളവർക്കായി പകർന്നു നൽകാൻ സ്നേഹം മാറ്റം നിർത്തി യാത്ര തുടങ്ങിയതായിരുന്നു സിസ്റ്റർ ഹെസറ്റ് എസ് എന്ന അധ്യാപികയായി നിർമ്മിച്ച സന്യാസിനി. എന്നാൽ ഡ്രൈവർ സ്വിച്ചിട്ട് അടയ്ക്കേണ്ട ബസ്സിന്റെ ഓട്ടോമാറ്റിക് വാതിൽ അടയ്ക്കാതെ വേഗത്തിൽ മുന്നോട്ട് പോയ ബസ്സിന് സിസ്റ്റർ റോഡിലേക്ക് തെറിച്ചു വീണ് ഗുരുതര പരിക്കുകളെ അതിജീവിക്കാനാവാതെ നമ്മോട് വിട പറഞ്ഞു. കോതമംഗലം കോഴിപ്പള്ളിയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ഈ കഴിഞ്ഞ വർഷം മൂന്നുകാൽ ലിറ്റിൽ ഫ്ലവേഴ്സ് ഹൈസ്കൂളിൽ നിന്ന് നിർമ്മിച്ച നിരവധി രംഗങ്ങൾ അധികമായ ശുശ്രൂഷ ചെയ്തു വന്ന നല്ല അധ്യാപിക സിസ്റ്ററിന് ഇന്നലെ ജീവൻ നഷ്ടമായത്. കാരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ അധ്യാപക സമൂഹത്തിന്റെ വസരിപ്പായിരുന്ന എവർക്കും പ്രിയങ്കരായിരുന്ന സ്വപ്ന രാജേഷ് ടീച്ചർ, 10 ക്ലാസ് ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റിന്റെയും അഭിമാനവും ആഹ്ലാദവുമായിരുന്ന സ്വപ്ന ടീച്ചർ ഇന്നലെ നന്നായി പഠിപ്പിച്ച് എല്ലാവരെയും ദോഷിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോയതാണ്. പതിവ് പോലെ ഇന്ന് രാവിലെ സ്കൂളിലെത്തുന്ന പ്രതീക്ഷയിലാണ് പ്രിയ ടീച്ചർ പോയത്. എന്നാൽ വീട്ടിൽ വെച്ച് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയും ജീവൻ നഷ്ടമാവുകയാണ് ഉണ്ടായത്. പ്രിയ കൂട്ടുകാരെ, 2 ഗുരുശ്രേഷ്ഠർ അപ്രതീക്ഷിതമായി വിദ്യാർത്ഥി ലോകത്തോട് യാത്ര പറഞ്ഞു. ഹെസറ്റ് സിസ്റ്ററിന്റെയും സ്വപ്ന ടീച്ചറിന്റെയും വിദ്യാർത്ഥികൾ മൃതദേഹ പേടകങ്ങളുടെ അടിയിലൂടെ വിങ്ങിക്കരഞ്ഞു നീങ്ങുന്നത് കണ്ടു. വിദ്യാഭ്യാസ കാലത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? ഫുൾ A+ വാങ്ങുന്നതോ കലാതിലകമോ പ്രതിഭയോ ആകുന്നതോ ആണോ? സമ്മാനങ്ങൾ ഒന്നും കിട്ടിയില്ലെങ്കിലും താൻ ബഹുമാനിക്കുന്ന അധ്യാപകരുടെ പ്രതീതിയും വാത്സല്യവും തന്നോടൊപ്പമുണ്ട് എന്ന ഓരോ വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസവും ഉള്ളിലെ അഭിമാനവുമല്ലേ ഏറ്റവും വലിയ സൗഭാഗ്യം? തീർച്ചയായും അതെ. അതിന് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായാൽ മതി. അധ്യാപകരോട് മാത്രം അടുപ്പമാകാം. അമ്മയോളം അച്ഛനോളം എന്നേ ഉത്തരമുള്ളൂ. നമ്മുടെ ഭാരതീയ ദർശനത്തിൽ മാതാവും പിതാവും ഗുരുവും ദൈവതുല്യനാണ്. ഗുരുദേവോ ഭവ എന്നതും തന്നെയാണ് നമ്മുടെ പ്രണാമം. ദൈവതുല്യനാണ് ഗുരുസ്ഥാനം. ഗുരുത്വം എന്ന മഹാപ്രഭ വിദ്യാർത്ഥികളിലേക്ക് വർഷിക്കാൻ ഉള്ളിൽ വെളിച്ചമുള്ള ഗുരുവിന് മാത്രമേ കഴിയൂ. അതിനാൽ നമ്മുടെ എല്ലാ അധ്യാപകരെയും നമുക്ക് അങ്ങേയറ്റം ആദരിക്കാം. സ്നേഹം ഒട്ടും കുറച്ചു കളയരുത്. അവരോട് ഹൃദയം തുറന്ന് സംസാരിക്കാം. മറ്റ് ഏത് അവസരത്തിലും മാറ്റിവെക്കരുത്. പിന്നീട് അവസരം കിട്ടുമെന്നും വരില്ല. സ്വപ്ന ടീച്ചറിനോട്, ഹെസറ്റ് സിസ്റ്ററിനോട് പിന്നീട് പറയാനായി അവരുടെ പല വിദ്യാർത്ഥികളും മാറ്റിവെച്ചത് അവരുടെ ഉള്ളിൽ ബാക്കിയാവുകയാണ്. നമുക്ക് ഇന്ന് തന്നെ സ്നേഹഹരവും പുഞ്ചിരി മഞ്ചരിക്കുകയായി നമ്മുടെ അധ്യാപകരുടെ മനസ്സിൽ ശിഷ്യവസന്തം തീർക്കാം. അമ്മയോളം എടുക്കാം, അനുഗ്രഹിക്കാം. ആശംസകളോടെ സ്വന്തം കൊച്ച.